ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായേ പറ്റൂ. രാജ്യം കേൾക്കേണ്ട ആ വിശദീകരണത്തിന് പകരം പ്രതിപക്ഷം മാപ്പു പറയണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉത്തരമാകും? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബിജെപിയുടെ പാവയും വക്താവുമാണെന്ന് ആരോപിച്ചുകൊണ്ട് വോട്ട് ചോരി ആളിക്കത്തിക്കുകയാണ് ഇന്ത്യ സഖ്യം. രാജ്യം കേൾക്കേണ്ട വ്യക്തമായ മറുപടിക്ക് പകരം യുദ്ധപ്രഖ്യാപനം നടത്തിയ കമ്മീഷണറെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നു പ്രതിപക്ഷം. ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? കള്ളം പറഞ്ഞ് പക്ഷം പിടിക്കണോ? ആരുടെ ശബ്ദമാണ്, ആരുടെ നിയമനമാണ് കമ്മീഷൻ? കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങളെല്ലാം നുണ ബോംബാണെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നിരത്താനുണ്ടോ അവ ഖണ്ഡിക്കാനുള്ള തെളിവുകൾ? ബീഹാറിലെ വോട്ടെടുപ്പിന് മുൻപ് ആളിക്കത്തിത്തിരുമോ വോട്ട് ചോരി വിവാദം? കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ മതിയാകുമോ ഈ വാദങ്ങൾ? ജ്ഞാനേഷ് കുമാർ സംസാരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി മാത്രമാണോ?